Hi friends, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫംഗ്ഷൻസ് ഓഫ് ദ ഫെയിം ആർ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, കൂടാതെ പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സാധാരണ ടോട്ടൽ റവന്യൂ അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഇനി ഇഫ് ദ ഫെയിം എയിംസ് ടു മാക്സിമൈസിങ് ദ ടോട്ടൽ റവന്യൂ, അതായത് റവന്യൂ മാക്സിമൈസേഷൻ ആണ് അവർ ഒബ്ജക്റ്റീവ് എങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ബി എത്ര ആയിരിക്കണം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലേ. അതായത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ ഈ മൈനസ് ടോട്ടൽ കോസ്റ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പ്രോഫിറ്റ് പ്ലസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ടി ആർ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ പോരെ, ഈ ഒരു ടി സി ഫംഗ്ഷനും പ്രോഫിറ്റ് ഫംഗ്ഷനും കൂടി ആഡ് ചെയ്താൽ പോരെ, ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ടി ആർ ഫംഗ്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, 5th ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 5 ആദ്യം ടി സി ഫംഗ്ഷനും അതുപോലെ തന്നെ ടി പി ഫംഗ്ഷനും പ്രോഫിറ്റ് ഫംഗ്ഷനും എടുത്ത് എഴുതാം. വൺസ് ടി ആർ ഈസ് ഈക്വൽ ടു ടി സി പ്ലസ് ടി പി ആണ് അല്ലേ. ദാറ്റ് ഈസ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ. സോ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ അഥവാ സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ഒരു ടി സി ഫംഗ്ഷൻ എടുത്ത് എഴുതുക 200 + 10^3, പിന്നെ ടി പി ഫംഗ്ഷൻ എടുത്ത് എഴുതുക. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരുപോലെ നമ്പേഴ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക. ആദ്യം ഇവിടെ -10^2 ആദ്യം എഴുതുക. അപ്പോൾ -10^2 എടുത്ത് എഴുതുക, പ്ലസ് ഈ 10 ക്യൂവും 20 ക്യൂവും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 30 ക്യൂ എന്നുള്ളത് കിട്ടും, പ്ലസ് 200, പിന്നെ ഇവിടെ ഒരു -200 സെറ്റ് ഓഫ് ആകുമ്പോൾ അവിടെ 0 ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ആൻസർ ഈ -10^2 പ്ലസ് 10ഉം 20ഉം കൂടി 30 ക്യൂ എന്നുള്ള ആൻസറാണ് നമുക്ക് വരാം. ഓക്കെ ആണോ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, നമ്മുടെ ടോട്ടൽ റവന്യൂ നമുക്ക് കിട്ടി. വൺസ് ടോട്ടൽ റവന്യൂ മാക്സിമം ആവുന്ന പോയിന്റ് അല്ലേ. സോ എപ്പോഴാണ് ടോട്ടൽ റവന്യൂ മാക്സിമം ആവുക, ടോട്ടൽ റവന്യൂ മാക്സിമം ആവുന്നതെന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. അതിനുശേഷം ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഈക്വൽ ടു ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പറയാം. അതിൽ നിന്ന് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക അല്ലേ. സോ ഇങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, മാക്സിമം ഫംഗ്ഷൻ ആയിരിക്കും. ആ ഒരു സമയത്ത് വാല്യൂ എടുത്ത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ അതിനുവേണ്ടി സെയിം സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. സോ മാക്സിമം റവന്യൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടി ആർ ഫംഗ്ഷൻ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ടി ആർ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടി ആർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് -10^2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്തായിരുന്നു, -10 × Q² ഡിഫറൻസിയേഷൻ 2Q അല്ലേ. സോ -10 × 2Q പ്ലസ് 30 ക്യൂവിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്, 30 അല്ലേ. സോ 30 ക്യൂവിൻ്റെ ഡിഫറൻസിയേഷൻ 30. അപ്പോൾ 30 നമ്മൾ ഇനി ആഡ് ചെയ്യുമ്പോൾ -10 × 2 തരം -20 അല്ലേ. സോ -20Q + 30 ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്താണെന്ന് പറയുക, 0 ആണെന്ന് പറയുക. ദെർഫോർ -20Q + 30 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 30 ഈസ് ഈക്വൽ ടു ഈ -20Q ഇങ്ങോട്ട് പോകുമ്പോൾ +20Q ആവും. ദാറ്റ് ഈസ് 20Q ഈസ് ഈക്വൽ ടു 30 എന്നാവും. Therefore Q ഈസ് ഈക്വൽ ടു ഇവിടെ 20 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ വരും. സോ 30 / 20. Therefore Q ഈസ് ഈക്വൽ ടു 30 / 20 ഈസ് ഈക്വൽ ടു 1.5 യൂണിറ്റ്സ് എന്നാണ് ആൻസർ വരിക. ഓക്കെ. സോ ക്വാണ്ടിറ്റി Q ഈസ് ഈക്വൽ ടു 1.5 ആകുമ്പോൾ, ഓക്കെ, സോ Q ഈസ് ഈക്വൽ ടു 1.5 ആവുമ്പോഴാണ് എന്ത് വരുന്നത്, റവന്യൂ എന്ത് ചെയ്യുന്നത്, മാക്സിമം ആയിട്ട് മാറുന്നത് എന്നുള്ള നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. കഴിഞ്ഞിട്ട് പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണം, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതുകൊണ്ട് അടുത്തത് വെരിഫൈ ദാറ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ എന്താണെന്ന്, നെഗറ്റീവ് ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്, ദാറ്റ് ഈസ് -20Q + 30 അല്ലേ. സോ അപ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ 30യുടെ ഡിഫറൻസിയേഷൻ കോൺസ്റ്റന്റ് 0 ആണ്. -20Qൻ്റെ ഡിഫറൻസിയേഷൻ -20 അല്ലേ, വിച്ച് ഈസ് എ നെഗറ്റീവ് നമ്പർ അല്ലേ. സോ -20Qൻ്റെ ഡിഫറൻസിയേഷൻ -20 ആണ്, വിച്ച് ഈസ് എ നെഗറ്റീവ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വെരിഫൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇസ് നെഗറ്റീവ് ആണ്, ദാറ്റ് ഈസ് -20. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ. നമ്മൾ പ്രൂവ് ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിച്ചു, അത് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്യൂവിൻ്റെ വാല്യൂ 1.5 കണ്ടുപിടിച്ചു. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ ആണ് വരുന്നത്. ദെർഫോർ ഫംഗ്ഷൻ ഈസ് മാക്സിമം വെൻ Q ഈസ് ഈക്വൽ ടു 1.5 അല്ലേ. ഫംഗ്ഷൻ ഈസ് മാക്സിമം വെൻ Q ഈസ് ഈക്വൽ ടു 1.5. ദെർഫോർ റവന്യൂ ഈസ് മാക്സിമം റവന്യൂ വരുന്നത് വെൻ ക്വാണ്ടിറ്റി ലെവൽ എത്ര വരുമ്പോഴാണ്, 1.5 വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ലെവൽ Q എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും കൂടെ എഴുതി വെക്കാം, ആ ഒരു സമയത്ത് മാക്സിമം റവന്യൂ എത്രയാണെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. ഒന്നുമില്ല, ടി ആർ ഫംഗ്ഷൻ്റെ അകത്ത് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ്റെ അകത്ത് ആ Q എന്നുള്ളിടത്ത് 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ
ടോട്ടൽ റവന്യൂ ഇസ് മാക്സിമം വെൻ ക്യൂ ഈസ് ഈക്വൽ ടു 1.5. മാക്സിമം റവന്യൂ എമൗണ്ട് വിൽ ബി എന്തായിരിക്കും? ടി ആർ ഫംഗ്ഷൻ അങ്ങോട്ട് എടുക്കുക. ടി ആർ ഫംഗ്ഷൻ എവിടേക്കാണോ ക്യൂ വരുന്നത് അവിടെ ക്യൂവിൻ്റെ അവിടെ 1.5 കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ടി ആർ ഫംഗ്ഷനിൽ -10 ക്യൂ സ്ക്വയർ എന്നായിരുന്നു അല്ലേ. സോ -10 ഇൻറ്റു ക്യൂ സ്ക്വയറിൻ്റെ അവിടെ 1.5 സ്ക്വയർ കൊടുക്കുക പ്ലസ് 30 ക്യൂ എന്നായിരുന്നു. therefore 30 ഇൻറ്റു 1.5 കൊടുക്കാം വിച്ച് ഈസ് ഈക്വൽ ടു -22.5 പ്ലസ് 45. therefore പോസിറ്റീവ് 22.5 ആണ് നമ്മുടെ മാക്സിമം റവന്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. കാരണം നമുക്ക് ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടോട്ടൽ റവന്യൂ. നമ്മൾ ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അത് മാക്സിമം ആണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് വരുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.